മലയാളികൾക്ക് പുത്തൻ സിനിമകളൊന്നും ഇറങ്ങാതിരുന്ന ആ കോവിഡ് കാലം, മുക്കാലോളം മാത്രം എത്തുന്ന ഒരു നിക്കറുമിട്ട് ഇരയിടാത്ത ചൂണ്ടയുമായി കുളക്കരയിൽ ഫഹദ് ഫാസിലിനെയും കൊണ്ട് ഒരു ട്രെയിലർ ഇറങ്ങി. എന്നാൽ ആ പോപ്പുലർ ഡയലോഗിനും അപ്പുറം, അതിന്റെ പശ്ചാത്തലത്തിനും അപ്പുറം ആ സിനിമയിൽ അണിയറ പ്രവർത്തകർ ഒളിപ്പിച്ചത് എന്താണ്? ജോജി എന്ന സിനിമയുടെ പല ലെയറുകളിലായി പറയാതെ പറയുന്ന നറേറ്റീവ് എന്താണ്? ജോജി എപ്പോഴും പോയിരിക്കുന്ന ആ കുളം സത്യത്തിൽ എന്തായിരുന്നു? പോത്തനും സംഘവും കുളം പണിയാനുള്ള പരിപാടിയാണ്. ഈ മലമുകളിൽ പുള്ളിക്ക് കുളം വേണമെന്നാണ് പറയുന്നത്. ഡീകോഡിംഗ് നറേറ്റീവ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ വീഡിയോയിൽ തന്നെ എല്ലാ പ്രതീക്ഷകളെയും മറികടന്ന് പിന്തുണ തന്ന ഡീകോഡിംഗ് നറേറ്റീവ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും അകമഴിഞ്ഞ നന്ദി. ജോജിയെ KG ജോർജിന്റെ ഇരകളോട് ഉപമിച്ച് പലയിടത്തും പല സിനിമാ നിരൂപകരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. KG ജോർജിന്റെ ഇരകൾ എന്ന ക്ലാസിക്കിനോടും കടപ്പെട്ടിട്ടുള്ള സിനിമയാണ് കാഴ്ചവെക്കുന്നത്. KG ജോർജിന്റെ ഇരകൾ എന്ന ചിത്രത്തോടുള്ള സാമ്യത. എന്നാൽ ഇര എന്ന സിനിമയിൽ നിന്നും വളരെ വ്യത്യസ്തമായ നറേറ്റീവും സെറ്റിംഗുമാണ് ജോജിയിലേത്. തന്റെ ഏറ്റവും അടുത്ത ഒരേ ഒരു സുഹൃത്തിനെയും ചേച്ചിയുടെ കാമുകനെയും കൊല്ലാനിറങ്ങുന്ന, തനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളെ ഓൺ ചെയ്യുന്നുവെന്ന് കരുതി വകവരുത്താൻ ഇറങ്ങുന്ന റോയായ ഡയറക്ട് കൺഫ്രണ്ടിങ് സൈക്കോളജിക്കൽ ക്യാരക്ടർ ട്രേസ് ഉള്ള ആളല്ല ജോജി. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായി മാറുന്ന ബേബിയെ കഥയിലെ അധികാര കേന്ദ്രമായ അപ്പം തന്നെ വകവരുത്തുന്ന നറേറ്റീവോ, തുടങ്ങിയെടുത്ത് തന്നെ വട്ടത്തിലെത്തുന്ന ഒരു ക്യാൻവാസിലേക്ക് പടരുന്ന ഇരയിലെ ഇന്റൻസ് ആയ പേസോ അല്ല ജോജിയിലേത്. ജോജിയിലേത് ഒരു ചേംബർ ഡ്രാമ പോലെ നമ്മുടെ കാഴ്ചകളെ സാമൂഹിക വ്യവസ്ഥിതികളുടെ വലിയ ക്യാൻവാസിന്റെ ഏറ്റവും ചെറിയ സ്കോപ്പിലേക്ക് 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുകയും പതിയെ നമ്മളിലേക്ക് ഒരു ക്രീപ്പിംഗ് ടെൻഷനെ അഴിച്ചുവിടുകയും വോക്കൽ അല്ലാതെ സബ് ടെക്സ്റ്റുകളിലൂടെ സംവദിക്കുകയും ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്ന ആഖ്യാന രീതിയാണ് അതിന്റേത്. രണ്ടിന്റെയും കോർ നറേറ്റീവ് ആകട്ടെ വളരെ വ്യത്യസ്തവുമാണ്. ഇനി എന്താണ് ജോജി എന്ന സിനിമയിലെ നറേറ്റീവ് എന്ന് നോക്കാം. പൊതുവിൽ കഥ നടക്കുന്ന പശ്ചാത്തലവും കാലഘട്ടവും കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ട്രേസുകളും സെറ്റിങ്ങുകളും ഒക്കെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ ഫിലിം മേക്കിംഗിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റോറി ടെല്ലിംഗ് എലമെന്റ് ആണ് എക്സ്പോസിഷൻ. ചിലപ്പോൾ അതൊരു ബാക്ക് സ്റ്റോറി ആവാം, ശബ്ദം കൊണ്ടുള്ള നറേഷൻ ആവാം, ചിലപ്പോൾ എക്സ്പോസിംഗ് ഷോട്ടുകളിലൂടെയും ആകാം. തൊണ്ടിമുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമയിലേക്ക് വന്നാൽ പ്രധാനമായും 2 ഷോട്ടുകളിലൂടെയാണ് സിനിമയിലേക്ക് പ്രേക്ഷകനെ എക്സ്പോസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഒരു ഈഗിൾസ് ഐ വ്യൂ ഷോട്ടിലൂടെ മാലമോഷണം നടക്കുന്ന ബസ്സും അതിനോട് ചുറ്റുന്ന വരണ്ടു നിറച്ച ഭൂമിയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ, രണ്ടാമത്തേത് ആ നാട്ടിലെ ഏറ്റവും പ്രധാന അധികാര കേന്ദ്രമായ പോലീസ് സ്റ്റേഷന് പോലും വെള്ളത്തിനായി ദൂരങ്ങൾ താണ്ടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കാണിച്ചുകൊണ്ടുമാണ്. തൊണ്ടിമുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമ ഒരു മാലമോഷണ കഥയാവാനുള്ള എല്ലാ സങ്കുചിത സാമൂഹിക പരിസരങ്ങളിലേക്കുമുള്ള ഒരു മികച്ച എക്സ്പോസിഷന്റെ ഉദാഹരണമാണിത്. ജോജിയിലെ ഓപ്പണിംഗ് സീൻ കഥാപശ്ചാത്തലത്തിലേക്ക് കാണികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഡെലിവറി ഡ്രൈവറുടെ ബൈക്കിലാണ്. അയാൾ ഒച്ചകളും ആളുകളുമുള്ള സിറ്റിയിൽ നിന്നും പ്രേക്ഷകനെ ടാറിട്ട ഉൾനാടൻ റോഡിലേക്കും പൈനാപ്പിൾ തോട്ടത്തിനിടയിലൂടെയുള്ള മൺപാതയിലേക്കും പിന്നീട് ഒരു വീടിന് മുൻവശത്തേക്കുമാണ് എത്തിക്കുന്നത്. അതിനിടയിൽ ആ റബ്ബർ തോട്ടത്തിനിടയിലെ വളരെ ക്ലോസ്ഡ് ആയ വീടും പരിസരവും എല്ലാം കാണികളെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. ആ വീട്ടിലെ ഏറ്റവും ഇളയ അംഗമായ പോപ്പി എന്ന ടീനേജർ ആരോടും മിണ്ടാതെ, ആരും കാണാതെ വീടിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന വീട്ടിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആദ്യ ഷോട്ടുകളിൽ തന്നെ അവിടുത്തെ അധികാരത്തിന്റെ ഹൈറാർക്കിയും നമ്മൾ അറിയുന്നുണ്ട്. പോപ്പി അപ്പാപ്പന്റെ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ട് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന ആ ഡെലിവറി പാക്കേജിനുള്ളിൽ ഉണ്ടായിരുന്നത് ജോജി പിന്നീട് ഉപയോഗിക്കുന്ന ഒരു എയർഗൺ മാത്രമല്ല, എന്നാൽ ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകന് മനസ്സിലാകാത്ത സിനിമയ്ക്കുള്ളിലെ പ്രധാന നറേറ്റീവിന്റെ ഭാഗം കൂടിയായിരുന്നു ആ ഓപ്പണിംഗ് സീനിലുള്ളതെന്ന് പിന്നീട് നമുക്ക് വ്യക്തമാകും. പക്ഷേ ഒരു സാധാരണ ടീനേജുകാരന്റെ ഓൺലൈൻ ഓർഡർ അല്ല അതെന്ന് കാണുമ്പോഴേ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്രൈം ഡ്രാമയാണെന്നും സിവിലൈസേഷനിൽ നിന്നും വളരെ അകന്നു ജീവിക്കുന്ന കുടുംബവും വീടും അതിലെ മനുഷ്യരും നമ്മളെ കൂടുതൽ സുഖകരമല്ലാത്ത രീതിയിലാണ് പിടിമുറുക്കുക എന്നും നമുക്ക് ഊഹിക്കാം. ആദ്യമേ സൂചിപ്പിച്ച ജോജിയിലെ നറേറ്റീവ് എന്താണെന്നും കുളം എന്താണെന്നും പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. സിനിമയുടെ ഒരു കോർ സ്റ്റോറി ടെല്ലിംഗ് എലമെന്റ് അഥവാ നറേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ എലമെന്റ് ആണ് അതിലെ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത്. നറേറ്റീവിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഈ കോൺഫ്ലിക്റ്റ് ആണ്. അടിസ്ഥാനപരമായി കഥയും കഥാപാത്രങ്ങളും പ്രേക്ഷകരും ഈ 2 ഫോഴ്സുകൾ, അത് ക്യാരക്ടറുകളാകട്ടെ ആശയങ്ങളാകട്ടെ, അവ തമ്മിലുള്ള സംഘർഷത്തെ പ്രതിയാണ് ഒരു സിനിമയോട് ചേർന്ന് നിൽക്കുന്നത്. അതുപോലെ സിനിമയിലെ കോൺഫ്ലിക്ട് എന്താണ് എന്നതാണ് ആ സിനിമ മുൻപോട്ട് വെക്കുന്ന കോർ നറേറ്റീവും. എല്ലാ ഗ്രേറ്റ് സിനിമകളും പൊതുവിൽ സിനിമയെ ഹുക്ക് ചെയ്യിക്കുന്ന ഈ കോൺഫ്ലിക്റ്റിലൂടെയാണ്. ഇൻഫാക്ട് ഒരു കഥ എന്നാൽ അതിന്റെ പ്രധാന കഥാപാത്രം അയാളുടെ ലക്ഷ്യം നിറവേറ്റാൻ നടത്തുന്ന യാത്രയാണ്. അയാൾ ആ കോൺഫ്ലിക്ട് അഥവാ തടസ്സത്തെ മറികടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനാണ് നമ്മൾ റൂട്ട് ചെയ്യുന്നത്. ആ കോൺഫ്ലിക്റ്റ് ആണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ജോജിയുടെ നെഞ്ചിൽ ശ്വാസം തടഞ്ഞുകൊണ്ട് മുറുകുന്ന അധികായനായ അപ്പന്റെ ബലിഷ്ഠമായ അധികാരമാണ് നമ്മൾ കാണുന്ന ആദ്യ കോൺഫ്ലിക്ട്.
ആ ആദ്യ കോൺഫ്ലിക്ട് മുതലേ നമുക്ക് കൃത്യമായി ജോജി എന്ന ക്യാരക്ടർ മറികടക്കേണ്ടുന്ന കുടുംബത്തിലെ ബലിഷ്ഠമായ അപ്പന്റെ അധികാരത്തെയും കുടുംബ ബന്ധങ്ങളിലെ എല്ലാ വിധത്തിലുമുള്ള വ്യവസ്ഥാപിത ധാർമ്മികതകളെ പറ്റിയും പ്രേക്ഷകന് ധാരണ ഉണ്ടാകുന്നുണ്ട്. പനച്ചൽ കുടുംബത്തിന്റെ അധികാരഘടന ഒരു നാടകത്തിന്റെ കൃത്യതയോടെ വളരെ ഭംഗിയായി ജോജി എന്ന സിനിമയിൽ എടുത്തു കാണിക്കുന്നു. പനച്ചൽ കുടുംബത്തിലെ എല്ലാ ക്യാരക്ടറുകളിലും ഇതേ കോൺഫ്ലിക്റ്റുകൾ അവരുടെ ക്യാരക്ടർ ട്രേസുകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ സട്ടിലായി എന്നാൽ വളരെ കൃത്യമായി ആർക്ക് ചെയ്തത് ജോജിയിൽ കാണാം. അതിന്റെ ബ്ലോക്കിങ്ങുകളിൽ ദിലീഷ് പോത്തൻ എന്ന സംവിധായകന്റെയും ശ്യാം പുഷ്കരൻ എന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഡീറ്റെയിലിംഗിലെ സൂക്ഷ്മത എടുത്തു പറയേണ്ടതാണ്. ജോജിയിലെ കുട്ടപ്പൻ അതികായനായ അതോറിറ്റേറിയൻ ഫിഗറാണ്. കുടുംബത്തിന്റെ കേന്ദ്രബിന്ദു അയാളാണ്. പ്രായമായിട്ടും അധികാരവും സ്വത്തും വെച്ചുമാറാൻ വിസമ്മതിക്കുന്ന, ശരീരം കൊണ്ടും ഉറച്ച അധികാരബോധമുള്ളയാൾ. ആ കുടുംബത്തിലെ ഹീറ്ററുള്ള ഒരേ ഒരു മുറി അയാളുടേതാണ്. മൂത്തമകൻ ജോമോനാകട്ടെ കുടുംബത്തിലെ പരമോന്നത അധികാരത്തിനോടുള്ള അന്ധമായ ഭക്തനും. ശക്തനായ ശരീരഭാഷയോട് കൂടിയവനെങ്കിലും അധികാരമില്ലാത്ത പിതാവിന്റെ അഴിച്ചുവെക്കപ്പെടുന്ന വാച്ചിന്റെ കാവൽക്കാരനുമാണ്. 10ാം ക്ലാസ് മുതൽ അപ്പന്റെ മരണം കാക്കുന്ന, കുടുംബത്തിലെ അധികാര വ്യവസ്ഥിതി തകരാൻ കാത്തിരിക്കുന്ന, എന്നാൽ പാസീവായ അടിച്ചമർത്തപ്പെട്ട മകനാണ് ജെയ്സൺ. 10ാം ക്ലാസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും കോപ്പ് തരാൻ വേണ്ടി. പനച്ചൽ കുടുംബത്തിന്റെ ചുവരുകൾക്കിടയിൽ ട്രാപ്ഡായ എന്നാൽ സൈലന്റായി അപ്പന്റെ മരണം കാത്തിരിക്കുന്ന കഥാപാത്രമാണ് ബിൻസിയുടേത്. ജോജിയുടേതാകട്ടെ ദുർബലമായ ശരീരമുള്ള, ഇരിക്കുന്ന ഇടത്തിൽ പോലും നിവർന്നിരിക്കാൻ അധികാരം കൊണ്ട് പാങ്ങില്ലാത്ത, അടുക്കളപ്പുറത്ത് കൈ കഴുകുന്നയിടത്ത് ഇരിക്കുന്ന ഇടത്തേക്കാൾ ചെറുതായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും ഇളയവൻ. അയാൾ കാണുന്ന ഒരേ ഒരു സ്വപ്നം അംഗീകാരവും സ്വാതന്ത്ര്യവുമാണ്. പണത്തോടുള്ള അധിനിവേശമല്ല അയാളെ അയാൾ ചെയ്യുന്ന ചെയ്തികളിലേക്ക് നയിക്കുന്നത്. പനച്ചൽ വീട് ആ കുടുംബത്തിന്റെ പവർ ഹൈറാർക്കിയുടെ അനുരണനമാണ്. ആ ഇരുണ്ട വീട്ടിലെ ഏറ്റവും വലിയ മുറി കുട്ടപ്പന്റേതാണ്. അയാളാണ് അവിടുത്തെ സിംഹാസനത്തിൽ അധികാരത്തിന്റെ എല്ലാ പ്രൗഢിയോടുകൂടി അമർന്നിരിക്കുന്നത്. ജോർജിസ് പാലസ് എന്ന് പേരിട്ട ആ വലിയ വീട്ടിലെ ഏറ്റവും ചെറിയ മുറി ജോജിയുടേതാണ്. പ്രായത്തിന് ഏറ്റവും എളുപ്പമായ പോപ്പിയുടെ റൂമിന് പോലും ജോജിയുടെ മുറിയേക്കാൾ വലിപ്പവും ജനാലകളും ഉണ്ടെന്ന് കാണാം. ആ ചെറിയ ബെഡും മുറിയുമാണ് ജോജിയുടെ നിശബ്ദമായ അലറലുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പാട്രിയാർക്കിയും സ്വാർത്ഥതയും കൊണ്ട് ആകെ പ്രേക്ഷകനെ ക്ലസ്ട്രോഫോബിക്കാക്കുന്ന ആ സംവിധാനത്തിന്റെ മറ്റൊരു ഇടത്താണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ആ കുളം എന്തായിരിക്കാം എന്ന ചോദ്യത്തിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ സിംബലിസം എന്ന നെറേറ്റീവ് ടെക്നിക്കിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതെ, തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയധാരകളെ പ്രേക്ഷകന് മുമ്പിൽ ആഴത്തിൽ അവതരിപ്പിക്കാൻ പ്രതീകങ്ങളെ അഥവാ സിംബൽസിനെ ഉപയോഗിക്കുന്ന നെറേറ്റീവ് ടെക്നിക് ജോജിയിൽ ഉടനീളം കാണാം. ദിലീഷ് പോത്തൻ തന്റെ പതിവ് ഡീറ്റെയിലിംഗിന്റെ സൂക്ഷ്മത ജോജിയിൽ വളരെ ഭംഗിയായി പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ചില കാര്യങ്ങൾ മാത്രം വീഡിയോയുടെ നീളത്തെ പ്രതി ചുരുക്കി പറയാം. ആ വീടും പരിസരവും കുളവും ജോജി എന്ന സിനിമയിൽ അതിന്റെ നറേഷനെ എയ്ഡ് ചെയ്യുന്ന പങ്ക് ചെറുതല്ല. അനാശാസികരമായ സാമൂഹിക ഇടപെടലുകളിൽ നിന്നും കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ശുദ്ധവും നിഷ്കളങ്കവും സുരക്ഷിതവുമായ ഇടമെന്ന പൊതുബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന വ്യാജ റെപ്രസെന്റേഷനുകളാണ് പൊതുവിൽ മലയാള സിനിമകളിൽ വീട് എന്ന ഇടം. വീടിനെ നന്മകൾ പൂത്തുലയുന്ന ഇടങ്ങളെന്ന അതിന്റെ ആന്തരിക അധികാരഘടനയെ അവഗണിച്ചുകൊണ്ടുള്ള കാൽപ്പനിക നെറേറ്റീവുകളിൽ നിന്നും ക്രിട്ടിക്കലായി ആത്മാർത്ഥതയോടെ സമീപിക്കുന്ന നെറേറ്റീവുകൾ മലയാള സിനിമകളിൽ പ്രത്യക്ഷപ്പെടാനും അത് ജനകീയമാവാനും തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. വ്യക്തിക്ക് വീടൊരു പോസിറ്റീവ് അല്ലാത്ത അനുഭവമാകുമ്പോൾ കുടുംബവും അവിടുത്തെ ബന്ധങ്ങളും സംഘർഷത്തിലാകും. പനച്ചൽ കുടുംബം അങ്ങനെയൊന്നാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ കോവിഡ് കാലത്ത് കുടുംബത്തിനുള്ളിലേക്കാണ്, അതിനുള്ളിലെ സിസ്റ്റത്തിന്റെ ജീർണതകളിലേക്കാണ് ക്യാമറ കണ്ണുകൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. ആ കുടുംബത്തിലെ സകല ചെയ്തികൾക്കും സാക്ഷിയാണ് അധികം വെളിച്ചമുള്ളിലെത്താത്ത നരച്ച ചുവരുകളുള്ള ആ വീട്. വീട് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആ കുളവും. ആ കുളം യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ പ്രതീകമായാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. റബ്ബറിന്റെ ചോലയിൽ ഇരുണ്ട ആ കുളം കുടുംബം പോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഐസൊലേറ്റഡും വളർച്ച മുരടിച്ചതുപോലെ സ്റ്റാഗ്നന്റുമാണ്. പാട്രിയാർക്കിയും സ്വാർത്ഥതയും നിറഞ്ഞ പാഴികൾ കൊണ്ടടന്ന് അതിന്റെ ഫുഡ് വാൽവ് പൊക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുടുംബത്തിലെ അധികായം കുട്ടപ്പൻ വീഴുന്നത്. കുളത്തിലും കുടുംബത്തിലും. അതോടുകൂടി കുടുംബത്തിന്റെ പവർ ഡൈനാമിക്സ് മാറുകയാണ്. അപ്പന്റെ വീഴ്ചയ്ക്ക് ശേഷം കുടുംബത്തിലെ നിലവിലെ അധികാര ശ്രേണിയിലെ അടുത്തയാളായ ജോമൻ ശബ്ദമുയർത്താൻ തുടങ്ങുന്നു. ആ വീടും കുളവും ദുർബലനായ ജോജിയുടെ ട്രാൻസ്ഫോർമേഷന് സാക്ഷികളാവുകയാണ് പിന്നീട്. സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു കൂട്ടുകാരൻ പോലും ഇല്ലാത്ത, മുറിക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ മടിക്കുന്ന ജോജി വീട്ടിലെ ജോജിയുടെ പാലസ് എന്ന മുറിക്കും വെളിയിലേക്കുമായി അയാൾ സ്വതന്ത്രമായി ഇറങ്ങാൻ തുടങ്ങുന്നു. കുളം വീട് പോലെ ജോജിയുടെ സേഫ് സ്പേസ് ആയി മാറുന്നു. സിനിമയുടെ തുടക്കത്തിൽ വീടിന് പുറകിലാണ് അയാൾ അയാളുടെ സ്വാതന്ത്ര്യത്തെ കത്തിച്ചു വലിക്കുന്നത്. കുട്ടപ്പൻ വീഴുന്നതോടെ അയാൾ മറകൾ നീക്കി തെളിഞ്ഞും വീട്ടിനുള്ളിൽ നിന്നും ആ പുകയെ സ്വതന്ത്രമാക്കുന്നുണ്ട്. പേടി മുഴുവനായി മാറാതെയെങ്കിലും അത്രയും നാളയാൽ അമർത്തിപ്പിടിച്ച ശബ്ദവും ഇതേ ഫ്രീഡം അറിഞ്ഞു തുടങ്ങിയാണ്. കുട്ടപ്പൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ കാര്യങ്ങൾ തകിടം മറിയുമെന്നോർത്ത് അയാളെ കൊല്ലാനുള്ള പ്ലാൻ ഇടുന്നതും ആ കുളക്കരയിൽ ഇരുന്നു കൊണ്ടാണ്. കുളക്കരയിൽ ജോജി ഇരിക്കുന്ന ഇരിപ്പ് ഓർമ്മയുണ്ടോ? അയാൾ ശരീരം കൊണ്ട് ചെറുതായല്ലാതെ വിരിഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ്. പനച്ചൽ കുട്ടപ്പന്റെ അതേ അധികാര സിംഹാസനത്തിലേക്കുള്ള ഇരിപ്പ്. ജോജിയുടെ ചെറിയ റൂമിന്റെ പേര് ജോർജിസ് പാലസ് ആവുന്നതും ആ ഇരിപ്പിന്റെ ശരീരഭാഷയും അയാളുടെ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ മീനില്ലാത്ത കുടുംബത്തെ തന്നെയാണ് സിംബലൈസ് ചെയ്യുന്നത്. കുളമാണ് ആ റോട്ടൻ കുടുംബം പോലെ തന്നെ ജോജിയുടെ പാപങ്ങളെ പുറത്തു പോകാതെ ഉൾക്കൊള്ളുന്നത്. ജോജി കുളക്കരയിൽ കാത്തിരിക്കുന്നത് കുട്ടപ്പൻ എന്ന അധികായനെ ചൂണ്ടയിൽ കുരുക്കാനാണ്. ദിവസവും ക്ഷമയോടെ കുളത്തിൽ ചൂണ്ടയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നത് അപ്പൻ മരിക്കുന്നതോടെയാണ്.
മരണവാർത്ത കേട്ട് ചൂണ്ടമടക്കി പതിയെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ജോജി കാത്തിരുന്ന് മീൻ കൊത്തി ചൂണ്ടക്കാരന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ്. കുട്ടപ്പന്റെ മരണശേഷം സ്വത്ത് വിഭജിക്കപ്പെടുന്നുണ്ട്, അധികാരവും. അപ്പനൊഴിഞ്ഞ അധികാര കസേരയിലേക്ക് അപ്പന്റെ അതേ പകർപ്പായി ജോമോൻ മാറുന്നു. പിന്നീട് അയാളാണ് ജോജിക്കും കുടുംബത്തിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിലങ്ങുതടിയാവുന്നത്. താഴേക്ക് ഒരിക്കൽ പോലും നോക്കാത്ത, ആശ്ചര്യമെന്ന് തോന്നാമെങ്കിലും ഒരേ വീട്ടിൽ കഴിഞ്ഞിട്ടും ജോജി എന്ന ഏറ്റവും ഇളയ അനുജന്റെ മുറി പോലും കാണാത്തയാളായ ജോമോനാണ് പിന്നീട് ആ സ്ഥാനത്തേക്ക് അധികാരം കൊണ്ടുവരുന്നത്. ജെയ്സൺ ആവട്ടെ അപ്പൻ വീണതിന് ശേഷം മാത്രമാണ് ആദ്യമായി ഹീറ്ററിൽ ചൂടാവുന്ന വെള്ളത്തിൽ അപ്പന്റെ റൂമിന്റെ സുഖം അനുഭവിക്കുന്നത്. അയാൾക്ക് മറ്റൊരാളെ കൂടി ഇനി അധികാരത്തിൽ സഹിക്കാൻ വയ്യ. ബിൻസി അപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഭാരപ്പെട്ട ജോലികളിൽ നിന്നും സ്വതന്ത്രമായി ആദ്യമായി ഉമ്മറത്തിരുന്ന് അവളുടെ നഖങ്ങളിൽ സ്വാതന്ത്ര്യം പൂശുന്നത്. അപ്പാപ്പനിൽ നിന്നും മറച്ചു പിടിച്ച കട്ടപണത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് പോപ്പിയും സ്വതന്ത്രമാകുന്നു. പക്ഷേ അടുത്ത പാട്രിയാർക്കിനെ സഹിക്കാൻ വയ്യാതെ പുകഞ്ഞു എല്ലാ പാപങ്ങളും കണ്ടെയ്ൻ ചെയ്ത ആ കുളം അടച്ചുവെച്ച നെറ്റ് കത്തുന്നതോടുകൂടി ജോജി ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്ന രഹസ്യങ്ങൾ പലതും പുറത്തു വന്നു തുടങ്ങുന്നു, കുളത്തിലും കുടുംബത്തിലും. എയർഗൺ ഉപയോഗിച്ച് കൊല്ലുന്നതിന് മുമ്പ് കുട്ടപ്പന്റെ അധികാരത്തെ പ്രകടമാക്കുന്ന തരത്തിൽ ജോജിയെ ശ്വാസം മുട്ടിക്കുന്ന രണ്ടാമത്തെ പിടുത്തം പിടിക്കുന്നത് ജോമോനാണ്. പക്ഷേ ആദ്യത്തെ കൊലപാതകം തന്നെ ജോജിയെ ധാർമ്മികതയുടെ ഭാരങ്ങളില്ലാതെ തന്നെ കുറ്റബോധങ്ങളിൽ നിന്നോ പിടിക്കപ്പെടുമെന്ന പേടിയിൽ നിന്നുമൊക്കെ സ്വതന്ത്രമാക്കിയതിനാൽ അധികായനായ ജോമോനെ ദുർബലനായ ജോജി ആദ്യത്തേതിന്റെ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഫിസിക്കൽ ഫൈറ്റിലൂടെ തന്നെ വകവരുത്തുകയാണ്. ജോജി എന്ന സിനിമ എല്ലാവിധ വ്യവസ്ഥാപിത അധികാരങ്ങളെയും കളിയാക്കുകയും തകർത്തെറിയുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലെ നറേറ്റീവിന്റെ മികവ് ആ അധികാര സംവിധാനത്തെ തകർക്കുന്നത് പുറത്തുനിന്നുകൊണ്ടല്ല, അതിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ അതിന്റെ ഏറ്റവും ദുർബലനായ അംഗത്തെ കൊണ്ടാണ് എന്നതാണ്. ഏത് അധികാര വ്യവസ്ഥയുടെ തകർച്ചയിലും അതിനുള്ളിലെ ഏറ്റവും ദുർബലരായവരുടെ പങ്ക് വളരെ വലുതാണ്. അത് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും. കുടുംബത്തിൽ ജോമോൻ ഒഴിച്ച് അടിച്ചമർത്തപ്പെട്ടവർ മുഴുവനും ആ വ്യവസ്ഥയെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നവരാണ്. ടീനേജറായ പോപ്പി വാങ്ങുന്ന ആ ടോയ് ഗൺ അതിന്റെ തകർച്ചയിലേക്കുള്ള ടൂളാകുന്നതും, ബിൻസി ചിലപ്പോൾ നിശബ്ദമായും ചിലപ്പോൾ ശബ്ദമായും അപ്പനെ കൊല്ലാനും ജോമോനെ കൊല്ലാനും കൂട്ടുനിൽക്കുന്നതും, ജെയ്സൺ നിശബ്ദനായെങ്കിലും കാത്തിരിക്കുന്നതും ആ അധികാര വ്യവസ്ഥ തകർന്നടിയാനാണ്. മഹേഷ് എന്ന ക്യാരക്ടറും കള്ളൻ പ്രസാദിൽ നിന്നുമൊക്കെ വളരെ വിഭിന്നമായ ക്യാരക്ടർ ആർക്കാണ് ജോജിയുടേത്. ജോജി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ പൊതുവിലുള്ള യാഥാസ്ഥിതിക നായക ആശയങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നുണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നായകന്റെ ടിപ്പിക്കൽ മോറൽ കോമ്പസിന്റെ സ്വഭാവ സവിശേഷതകളല്ല ആന്റി ഹീറോ ആയ ജോജിയുടേത്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയതെന്നും സിനിമ നമ്മളോട് പറയുന്നുണ്ട്. സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ഇവോൾവ് ചെയ്യുന്ന ആർക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ പല സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം കോസ്റ്റ്യൂമും ശരീരഭാഷയും മാറുന്നതിന് നമ്മൾ സാക്ഷിയാവാറുണ്ട്. ജോജിയിലേക്ക് വന്നാൽ ആ ക്യാരക്ടർ ആർക്ക് ഫിലിം മേക്കേഴ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ജോജി എന്ന കഥാപാത്രത്തിന്റെ കോസ്റ്റ്യൂം വളരെ ബുദ്ധിപൂർവ്വം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. ജോജിയുടെ കോസ്റ്റ്യൂം ഒരു പവർ മീറ്റർ ആയാണ് ഈ സിനിമയിൽ വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കം മുതൽ അയാളെ നമ്മൾ കാണുന്നത് ഒരു 3/4 ഇട്ടാണ്. അതൊരു ഫുൾ പാന്റുമല്ല, ഒരു ഷോർട്സുമല്ല, ഒരു ഇൻബിറ്റ്വീൻ സ്റ്റേറ്റിലാണ് ജോജി ഉള്ളത്. ഒരു കൗമാരക്കാരന്റെ വസ്ത്രം. പ്രായപൂർത്തിയായ പുരുഷന്റെ ഭാവം ജോജിയിൽ ഇല്ലാത്തതുപോലെ തന്നെ അയാളുടെ വസ്ത്രങ്ങളും ആ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി മാർക്ക് ചെയ്യുന്നുണ്ട്. പിതാവിന്റെ ആധിപത്യത്തിന് കീഴിൽ ആ സിസ്റ്റത്തിന്റെ സമ്മർദ്ദത്തിൽ വളർച്ച മുരടിച്ച വളർന്ന കുട്ടിയാണ് ജോജി. ഫുൾപാന്റ് ധരിക്കാത്തത് കുടുംബത്തിനുള്ളിൽ അവന് സമ്പൂർണമായ അധികാരമില്ല എന്നതിന്റെ വിഷ്വൽ പ്രതീകമാണ്. അവന്റെ ശരീരഭാഷ പോലെ തന്നെ അവന്റെ വസ്ത്രവും അപൂർണവും ഒതുങ്ങിയതുമാണ്. കുട്ടപ്പൻ കിടക്കയിലായി ജോജി അപ്പനെ കൊല്ലാനുള്ള തന്റെ പദ്ധതി ആലോചിക്കാൻ തുടങ്ങുന്ന ഈ സമയത്താണ് നമ്മൾ ജോജിയെ ആദ്യമായി ഒരു ഫുൾപാന്റ് ധരിച്ച് കാണുന്നത്. ജോജി കുടുംബത്തിന്റെ ക്ലസ്ട്രോഫോബിക് സെറ്റിംഗിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും നമ്മൾ ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ്. അവൻ സ്ലോ പോയിസൺ വാങ്ങാൻ പോകുന്ന ആ യാത്രയിൽ പാന്റ് ധരിക്കുന്നത് അവനെ സിവിലൈസ്ഡ് സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതോടൊപ്പം അവന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യമുള്ള ഉദ്ദേശപൂർണമായ ഒരു പ്രവൃത്തിയുമായി ചേർത്തു നിർത്തുന്നു. ജോജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതീകാത്മക കമ്മിങ് ഓഫ് ഏജ് ആണ്. കുട്ടപ്പന്റെ മരണം ജോജിയുടെ പരിവർത്തനത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. മരണത്തിന്റെ പിറ്റേന്ന് ജോജിയെ നമ്മൾ കാണുന്നതാണ് രണ്ടാമതായ ആളെ നമ്മൾ പാന്റിൽ കാണുന്നത്. സംതൃപ്തിയോടുകൂടിയ ചിരിയോടെ തോട്ടത്തിന് ചുറ്റും ഓടുന്ന റണ്ണിംഗ് സീനിൽ അവൻ വീണ്ടും ഒരു ഫുൾ പാന്റ് ധരിച്ചിരിക്കുന്നു. ഇത്തവണ അവൻ ഒറ്റയ്ക്കാണ്, ആർക്കും മുന്നിലല്ല. അയാൾ ഒരു വിജയിയെ പോലെ ലോവർ ക്ലോസറ്റ് തൊട്ടിൽ മുകളിൽ നിന്ന് താഴേക്ക് ആ വീടിനെ നോക്കുന്നത് അയാളുടെ ട്രാജിക് ട്രയംഫിനെ മാർക്ക് ചെയ്യുന്നു. പൂർണ്ണമായും വികസിച്ച പുരുഷനായി അധികാരത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഗിൽറ്റ് ഫ്രീ ആയ ഒരു ഭരണാധികാരി അയാൾ ഓടിയെത്തുകയാണ്. ജോജിയുടെ പാന്റ് വെറും വസ്ത്രമല്ല, അതൊരു പവർ മീറ്റർ ആണ്. 3/4 നിന്നും ഫുൾ പാന്റ് എന്ന ഈ യാത്ര ഒതുങ്ങിയ മകൻ എന്നതിൽ നിന്നും കുറ്റബോധമില്ലാത്ത കൊലപാതകി എന്ന അവന്റെ ചരിത്രത്തിലെ സങ്കീർണവും അസ്വസ്ഥകരവുമായ ചിത്രമാണ്. മറ്റൊരു വിഷ്വൽ എലമെന്റ് ആണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന മിററുകൾ. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് മിററുകളും ഫ്രെയിമുകളും അതിന്റെ സ്കോറുകളും എത്രത്തോളം പ്രേക്ഷകന്റെ സിനിമാനുഭവത്തെ മികവുറ്റതാക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് ജോജി. സിനിമകളിൽ മിററുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മിററുകളെ സിനിമകൾ ധാരാളം ഉപയോഗിക്കാറുമുണ്ട്. മറച്ചു വെക്കപ്പെട്ട സത്യങ്ങളെ പ്രേക്ഷകന് തുറന്നു കാണിക്കാനും ട്രൂ സെൽഫിനെ തുറന്നു കാണിക്കാനും ഒക്കെയാണ് മിററുകൾ വിഷ്വൽ എലമെന്റുകളായി സാധാരണ ഉപയോഗിക്കുക. ജോജിയിലും മറിച്ചല്ല.
ബിൻസി ജോജി കുട്ടപ്പനെ കൊല്ലുന്നത് കാണുന്നത് മിററിലാണ്. ജോജിയും ബിൻസിയും ഒരേ ഫ്രെയിമിൽ ഒരേ ഇമോഷനുകളോടെ ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നത് നമ്മൾ അനുഭവിക്കുന്നു. എല്ലാ ദിലീഷ് പോത്തൻ സിനിമകളിലും അന്തർലീനമായ പൊളിറ്റിക്സ് ഉണ്ടാവാറുണ്ട്. ജോജിയുടെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല. ജോജി എന്ന സിനിമ വ്യവസ്ഥിതിക്കുള്ളിലെ റീഫോർമേഷനെയാണ് കാണിക്കുന്നത്. അധികാരം അഥവാ പവർ ആണത് പൊളിക്കാൻ ശ്രമിക്കുന്നത്. പവർ ഇല്ലാത്ത ജോജി പവർ സ്ട്രക്ചറിന്റെ ഹൈറാർക്കിയെ പൊളിക്കുന്നത് അതിന്റെ ഏറ്റവും താഴത്തെ കണ്ണിയിൽ നിന്ന് പോലുമാണ്. വീണ്ടും കാണാൻ പേഴ്സണലി എന്നെ ഏറെ ബുദ്ധിമുട്ടിച്ച സിനിമ കൂടിയാണ് ജോജി. ജോജി എന്തുകൊണ്ടാണ് ഡിസ്റ്റർബിംഗ് ആവുന്നതെന്ന് പറയാം. സ്റ്റോറി ടെല്ലിംഗിന്റെ ഒരു ക്രൂഷ്യൽ പ്രോസസ്സാണ് കഥാർസിസ്. കഥേരേൻ എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. ഒരു സ്റ്റോറിയുടെ എല്ലാ ഇമോഷൻസിനും ഭാഗഭാക്കാവുന്ന കാണികളിൽ അതിന്റെ ക്ലൈമാക്സോടെ ഒരു പ്രൊഫൗണ്ട് ഇമോഷണൽ റിലീഫ് കൊടുക്കുന്ന പ്രോസസ്. മഹേഷിന്റെ പ്രതികാരത്തിലും തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും സിനിമ തീരുമ്പോൾ അത്രയും നേരം നമ്മളെ പിടിമുറുക്കിയ ഇമോഷനുകളിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടും. മഹേഷിന് അയാളുടെ പ്രതികാരം സാധ്യമാവുന്നതോടൊപ്പം നമ്മളും അത്രയും നേരത്തെ കാത്തിരിപ്പിന് സംതൃപ്തി അറിയുന്നു. കള്ളൻ പ്രസാദിനും ശ്രീജയ്ക്കും കഷ്ടപ്പാടിന്റെ കാത്തിരിപ്പുകൾക്ക് ശേഷം അവർ ആഗ്രഹിച്ചു നടക്കുന്നു. പക്ഷേ ജോജി ഒരു നായകന്റെ ജേണിയല്ല. പഴയ അധികാര വ്യവസ്ഥയിൽ തകിടം മറിയുന്നുണ്ടെങ്കിലും ഇതിൽ ജോജിക്ക് ഒരു ലിബറേഷൻ ഇല്ലെന്ന് കാണാം. അയാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്തതുപോലെ തന്നെ സിനിമ കണ്ടിരുന്ന നമ്മളെയും ക്ലോഷർ ഇല്ലാതെ ഒരു അസ്വസ്ഥകരമായ നിശബ്ദത വന്നു വിഴുങ്ങും. കഥാർസിസ് എന്ന ഒരു ശക്തമായ കഥയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ റിലീവിംഗ് ഔട്ട്പുട്ട് ഉണ്ടാകുന്ന പ്രോസസ് ജോജിയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ജോജി ഇപ്പൊ എന്താ ചെയ്യാ? നീ ചത്തില്ലല്ലോ. നിങ്ങൾക്ക് ജോജി എങ്ങനെ അനുഭവപ്പെട്ടുവെന്ന് കമന്റുകളിൽ ചേർക്കാൻ മറക്കല്ലേ. മറ്റൊരു ഡീകോഡിംഗ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. Pam is Laura.